സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനുള്ളത് നേപ്പാളിലെ പാട്ടൻ എന്ന് പറഞ്ഞ വൈത്തടി ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു ഗ്രാമമാണ്. ഇവിടുത്തെ ഒരു കടയിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. മുട്ടയ്ക്ക് 20 രൂപയാണ്, ചായക്ക് 20 രൂപയാണ്. ഇവിടെ ഒരു അമ്മയുണ്ട്, ഒരു ഏട്ടനുണ്ട്, അവരെ മോനുണ്ട്. आपका बेटा है बेटा का बच्चा ठीक है. അതായത് ഇവരെ മകൻ്റെ മോനാണ് കേട്ടോ. ഹായ് സ്കൂൾ നെഹി ചുട്ടി ജാന തൊപ്പി ഉണ്ടോ? അടിപൊളി തൊപ്പിയാണ്. ഇത് ഒരു അമ്മേൻ്റെയും ഈ ഒരു ഏട്ടൻ്റെയും കടയാണ്. ദോ അലഗ് ठीक है ദോസ്തൊക്കെ വെച്ചേ ठीक है. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല സുന്ദരമാണ് കേട്ടോ, ക്യൂട്ടാണ്. ഞാൻ ഈ ഒരു സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. പാട്ടൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്, അടിപൊളി ഗ്രാമമാണ്. ഇവിടെയാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റിലെ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇതൊക്കെ എന്താണ് ബൈത്തടിയിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ എൻ്റെ ബാഗും ഡ്രസ്സും കണ്ട് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു ബൈത്തടിയാണോ പോകേണ്ടത്, ദാർഫുളാണോ പോകേണ്ടത്, 500-1000 രൂപയും മതിയെന്ന് കൂളായി അവർ പറഞ്ഞു. കാരണം നമ്മുടെ ഡ്രസ്സും ബാഗൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല എന്താണ്, നമ്മൾ ഭയങ്കര റിച്ചാണ്, ആ ഒരു ഫീലാണ് കേട്ടോ. ഇവിടുത്തെ കടകളൊക്കെ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇന്ന് യാത്ര തുടങ്ങുന്നത്. ഇവിടുന്ന് നടന്ന് ഈ മല കയറി പോകണം. കുറേ കിലോമീറ്റർ പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഭക്ഷണം കഴിക്കണം. ഇത് നോക്കിയേ, ഈ ഒരു കാഴ്ച, വലിയ മലകളും പൈൻ മരങ്ങളും ദൂരെ കാണുന്നൊരു മൈതാനം കണ്ടോ. അത് ഈ പാട്ടാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെ നെൽപ്പാടമാണ്. ഞാൻ പാട്ടാനിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരെയാണ്, മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഈ ഒരു പ്രകൃതി ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യനാണ് ഉണ്ടാവുക അല്ലേ? അവർ മലകളൊക്കെ നോക്കി എന്ത് രസമാണ്. ഈ ഒരു മലകളിൽ നിന്നും ഏകദേശം ഒരു റോഡ് മാത്രമാണ് മുകളിലോട്ട് കയറിപ്പോകാനുള്ളത്, അതും ചെറിയ വീതിയിലുള്ള റോഡ്. എന്തായാലും പ്രകൃതി ഇവിടുത്തെ മനോഹരമായിരിക്കുന്നു കണ്ടോ. എത്ര സുന്ദരമായ ഏരിയകളാണ്. എനിക്ക് ഇവിടുന്ന് ഒരു അട്രാക്ഷനായി തോന്നുന്നത് ആ ദൂരെ കാണുന്ന നെൽപ്പാടമാണ്. സുന്ദരം. ഏകദേശം ഒരു 8 കിലോമീറ്ററായി ഞാൻ മനുഷ്യനെ കാണാതെ നടക്കുന്നത്. ഒരു മനുഷ്യരും ഇല്ല, കാരണം ഇവിടെ വീടുകൾ വളരെ കുറവാണ്. അങ്ങ് കുറച്ചും കൂടി നടന്നു പോകുമ്പോൾ ഒരു സന്തോഷമായി. ഗ്രാമം അടുത്തുണ്ടെന്ന് തെളിയിക്കുന്നതിൻ്റെ സൂചനയാണ് ഒരമ്മ ബക്രി നമ്മളെ ഗായിനും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ചെറിയ ചെറിയ ആടും കുഞ്ഞുങ്ങളും, ആടും ആട്ടിൻ്റെ മക്കളൊക്കെ ഉണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലതുപോലെ. ഹേയ് കിധർ जाना के लिए? हाय दीदी, आगे गाँव है? आगे गाँव है? नहीं है, गाँव नहीं है. ठीक है. दुकान है, होटल है? नहीं है. मेरा है साउथ इंडिया, केरला, पैदल घूमने है. आगे गाँव है? गाँव ठीक है. നമ്മളെ ഭാഷ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ നമ്മളോട് സംസാരിക്കില്ല. किधर जाने के लिए? बकरी गाय है. ठीक है. ग्रास है? ठीक है दीदी, ठीक है. मेरा കേരള में, സൗത്ത് ഇന്ത്യ में. നമ്മളെന്താണ് ഒരു ഗ്രാമത്തിൽ വന്നാൽ അവർ നമ്മളോട് അങ്ങനെ സംസാരിക്കില്ല, കാരണം കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കും. നമ്മൾ അവരെ കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് ഒന്ന് വർത്തമാനം പറയാൻ നോക്കുവാണെങ്കിൽ അവർ നമ്മളെ കൂടെ നിൽക്കും. അല്ലാത്ത പക്ഷം നമ്മളോട് അങ്ങനെ സംസാരിക്കില്ല, കാരണം അവർക്ക് കുറച്ച് പേടിയാണ്. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ രീതിയും നമ്മുടെ സംസാരവും ഒക്കെ മാറ്റാണല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം നേരിടാറുണ്ട്. പക്ഷേ വില്ലേജിലെ എന്താണ് നല്ല കുറേ ആൾക്കാർ കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോയാൽ മിണ്ടും. ഒറ്റയ്ക്ക് പോകുമ്പോൾ അവർ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ വിദേശികളൊക്കെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, ആ ഒരു ടൈപ്പ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ആൾക്കാരൊക്കെ അടിപൊളിയാണ്. നേപ്പാളിലെ തന്നെ ബൈത്തടി ജില്ലയിൽ വരുന്ന മറ്റൊരു ഗ്രാമത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ടാണ്ട് എന്ന് പറയും. ഇതൊരു കടയാണ്, കടയിലെ അങ്കിളാണ്. ഹായ് നമസ്തേ. ഇപ്പോൾ സമയം നേപ്പാളിൽ 1 മണിയായി. ഇന്ത്യയിലാവുമ്പം 12:45 പറയാം. എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടയാണ്. എൻ്റെ നാട്ടിലൊക്കെ, നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലാണെങ്കിലും ഒരു മുട്ടയ്ക്ക് 10 രൂപ മാത്രമേ ഉണ്ടാവൂ. ഇവിടെ 25-30 ഈ ഒരു കടയിൽ 20 രൂപയാണ് എടുക്കുന്നത്. അപ്പം 2 മുട്ട പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്രാമം കൂടി കാണിച്ചു തരാം. നമ്മൾ ഈ മലയൊക്കെ കയറി വരുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമം മാത്രമേ ഉണ്ടാവും. അതായത് അത്രയും ചെറിയ ഗ്രാമം എന്ന് പറയാം, കാരണം ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ കണ്ടു. ഇവിടുത്തെ ടൈലർ ഷോപ്പാണ്. ടൈലർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത്രയും പഴക്കം, ഏകദേശം 10-50 കൊല്ലം പഴക്കമുണ്ട്. ഇവരുടെ മുത്തശ്ശന്മാർ, മുത്തശ്ശൻ്റെ മുത്തശ്ശൻ, അങ്ങനെ കൊണ്ട് നടക്കുന്ന കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഈ ടാണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രാമം. മുകളിലാണ് ഇത് വരുന്നത്, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ പിന്നെയും അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ബിൽഡിങ്ങാണ്. അല്ലാത്ത പക്ഷം ജനങ്ങൾ ജീവിക്കുന്നത് എന്താണ്, ചെറിയ വീടുകളും ടിന്നും ഷീറ്റൊക്കെ കെട്ടിയിട്ടുള്ള വീടുകളിലാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വസ്ഥ ഭൂമി എന്ന് പറയാം. ഇതൊക്കെ ടൈലർ ഷോപ്പുകളാണ്. എന്തായാലും ഒരു വിദൂരമായ ഗ്രാമം. ഇതേപോലെയുള്ള ട്രക്കുകൾ വന്നാലാണ് മുകളിലോട്ട് കയറി പോവുക. ഷോർട്ട് കട്ട് രാസ്ത ഉണ്ടാവും, പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. എന്തായാലും ഇതേപോലത്തെ ഒരു കട വന്നാൽ മാത്രമേ, ഏകദേശം 8 കിലോമീറ്റർ നടന്ന് വന്നിട്ടാണ് എനിക്ക് ഇതേപോലൊരു കട കിട്ടുന്നത്.
യാത്രക്കിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം പ്രത്യക്ഷപ്പെട്ടൊരു ദിവസമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ലോറി ഇങ്ങനെ വലിയൊരു കയറ്റം കയറി പോകുന്നത്. 300 മീറ്റർ പുള്ളിക്കാരൻ പോയി വണ്ടി നിർത്തി. അതിനോട് പറഞ്ഞു, വലിയ കയറ്റമായത് കൊണ്ടാണ് ഞാനിവിടെ കാത്തിരുന്നത്, നിരന്ന പ്രദേശം വന്നാൽ മാത്രമാണ് ഈ വലിയ ലോഡും കൊണ്ടുപോകുന്ന വണ്ടി നിർത്താൻ പറ്റൂ. അങ്ങനെ എന്നെ വണ്ടീൻ്റെ അകത്ത് കയറ്റി പുള്ളിക്കാരൻ ഈ പ്രകൃതിയെക്കുറിച്ചും പുള്ളിക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയ ലഡാക്കിലൂടെയൊക്കെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നല്ലൊരു മനുഷ്യനാണ്. ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത്, നിന്നെയും കൂടി വണ്ടിയിൽ കയറ്റാം, നിനക്കും ധാരാളം അറിവുകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകുമല്ലോ നിൻ്റെ യാത്രയിലും, അതൊക്കെ എന്നോട് ചോദിച്ചു. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ തനിച്ചാണ്, ആരും സംസാരിക്കാനൊന്നുമില്ല. ചില സമയങ്ങളിൽ പാട്ടുകളൊക്കെ ഞാൻ കേട്ടുകൊണ്ടാണ് എൻ്റെ യാത്ര ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇതേപോലെ കാണുന്ന കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ മെയിൻ പ്രശ്നം, കാരണം ഒരു ലോറിക്ക് പോകേണ്ട വഴി മാത്രമാണ് നമ്മൾ നേപ്പാളിലെ റോഡെന്ന് പറയുന്നത്. പെട്ടെന്നൊരു ലോറി മുന്നിൽ വന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത് കാണുക കേട്ടോ. ഇത് കണ്ടോ, എന്താണ് മലേൻ്റെ അറ്റത്താണ് ഇവരെ വണ്ടി ഉള്ളത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ അത്രയും എക്സ്പേർട്ടാണ്, അത്രയും പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണെന്ന് പറയാം. പഹാഡി ഡ്രൈവേഴ്സ് എന്ന് പറയും. അതായത് മലകൾക്ക് മുകളിലൂടെ വണ്ടി ഓടിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവർ, അങ്ങനെ വിശേഷിപ്പിക്കുന്ന ജനങ്ങളാണ്. ലോറി ഡ്രൈവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ യാത്രയും നിൻ്റെ യാത്രയും വലിയ വ്യത്യാസമുണ്ട്. എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതായത് ഈ സിമൻറ്റ് ചാക്കും കൊണ്ട് ഈ ലോറി എത്തേണ്ടത് ധാർച്ചുളയാണ്. അതുവരെ വണ്ടി കറക്റ്റ് ബ്രേക്ക് പിടിച്ച് കൃത്യമായ ഗിയറുകൾ മാറ്റി മാത്രമാണ് സഞ്ചരിക്കാൻ പറ്റുക. വലിയ വലിയ കാഴ്ചകളുണ്ടെങ്കിലും അതൊന്നും കണ്ണിൽ പെടാറില്ല. പക്ഷേ നിൻ്റെ യാത്രകൾ എനിക്കെന്നും സന്തോഷമാണ്. നിങ്ങളെപ്പോലെ ധാരാളം ആൾക്കാരെ കാണാറുണ്ട്. അവരൊക്കെ എത്ര ആസ്വദിച്ചാണ് ഈ പ്രകൃതിയിലൂടെ നടന്നു നീങ്ങുന്നത്. ചില ആൾക്കാർ സൈക്കിളിൽ സഞ്ചരിക്കുന്നുണ്ട്. അവരും നീയും എല്ലാം വളരെ സന്തോഷവാനാണ്, ഈ പ്രകൃതിയിലെ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമായി. കാരണം ഇവരും യാത്രയാണ് ചെയ്യുന്നത്, ജീവിതയാത്ര. ഞാൻ ആസ്വദിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്നു, എല്ലാം യാത്രയാണ്. ലോറിയിൽ നിന്ന് ലിഫ്റ്റ് കിട്ടി ഞാൻ ഇറങ്ങിയ ഒരു ഗ്രാമമാണ് സത്ബാന്ത് എന്ന് പറയും. നേപ്പാളിലെ ബൈത്തടി ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. ഇവിടെ 2 റോഡ് കണ്ടോ, ഇത് പോകുന്നത് ധാർച്ചുളേക്കാണ്. ധാർച്ചുള എന്ന് പറഞ്ഞാൽ ഹിമാലയ സൈഡാണ്. നിങ്ങൾക്ക് ഈ മലമുകളിലൊക്കെ കാണാം, വലിയ ഹിമാലയ തന്നെയുണ്ട്. ഇത് ബൈത്തടിയിലേക്ക് പോകുന്നതാണ്. ഇതിലൂടെ പോയാൽ ഇന്ത്യയിലേക്ക് പോകാം. ഇന്ത്യ ഉത്തരാഖണ്ഡ്, ഇന്ത്യ നേപ്പാൾ വരുന്നത്, നേപ്പാളിലെയും ഉത്തരാഖണ്ഡിൻ്റെയും ബോർഡർ ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യ നേപ്പാൾ ബോർഡർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതിലൂടെ പോയാൽ ധാർച്ചുളയും ഇന്ത്യ ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അതായത് 2 ബോർഡർ വരുന്നൊരു ലൊക്കേഷനാണ് ഇന്ത്യ നേപ്പാൾ. എന്തായാലും ഈ ഒരു ഗ്രാമം അടിപൊളിയാണ്, നല്ല തണുപ്പാണ്. ഇപ്പം കോൾഡാണ് അത്യാവശ്യം. ഈ ഒരു ഹോട്ടലാണ് കാണുന്നത്, ഇവിടെ ചോദിച്ച് നോക്കണം. ഓക്കെ ആണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട പ്ലാനിങ്ങിലാണ്. ഇവിടെ ഒരു വലിയ ആട് കണ്ടോ. എന്തായാലും ഒരു ഗ്രാമവും സിറ്റി എന്ന് പറയാം കേട്ടോ. കാരണം അത്യാവശ്യം സഞ്ചാരികൾ വന്നാൽ അവർക്ക് താമസിക്കേണ്ട റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഈ കാണുന്ന മൊത്തം ഇന്ത്യയിലെ വാഹനങ്ങളാണ്, പിക്കപ്പ്, കാറ്, കാര്യങ്ങളൊക്കെ. അതായത് ഉദാഹരണത്തിന് ഈ ഒരു വണ്ടിക്ക് ഇന്ത്യയിൽ 5 ലക്ഷം രൂപയാണെങ്കിൽ നേപ്പാളിലേക്ക് അത് 10 ലക്ഷം രൂപയാവും. കാരണം ബോർഡർ ടാക്സ് ആണ്. ഉദാഹരണത്തിന് പിക്കപ്പ് വന്നത്, പിക്കപ്പിന് 10 ലക്ഷമാണെന്ന് വിചാരിക്കും, നേപ്പാളിലേക്ക് ആകുമ്പോൾ 18ഉം 20 ലക്ഷം ഉണ്ട്. അതായത് വണ്ടീൻ്റെ ഡബിളാണ് ഈ ഒരു ഭാഗത്ത് പൈസ വരുക കേട്ടോ. നേപ്പാളിൽ വണ്ടി വാഹനങ്ങൾക്ക് പ്രൊഡക്ഷനൊക്കെ വളരെ കുറവാണ്. ഇവിടെ നിന്നാണ് ചായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മൾ എന്താണ് ഒരു ബോർഡറിൻ്റെ ഇത് വരുന്നത്. ബോർഡറല്ല, രണ്ട് സ്ഥലത്തേക്ക് വരുന്ന ഒരു മെയിൻ ഏരിയ ആണ്. മീനിങ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൂടെ പോയാൽ ബൈത്തടി എന്ന് പറഞ്ഞ വേറെ ഗ്രാമമാണ്. ഇതിലൂടെ പോയാൽ നേരെ പോകേണ്ടത് നമുക്ക് ധാർച്ചുളയിലേക്കാണ്. ഇവിടെയൊക്കെ എല്ലാ ഏരിയകളിലും പോലീസ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, ഫോറസ്റ്റ് ഓഫീസറും കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ തണുപ്പാണ്. ഒരു റോഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ധാർച്ചുളയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കും, കാഠ്മണ്ഡുവിൽ നിന്നും ധാർച്ചുളയിലേക്കും ഒരേ ഒരു ഹൈവേ മാത്രമേ ഉള്ളൂ. അതെനിക്കൊരു പോരായ്മയായി തോന്നി. കാരണം ഇത്രയും വലിയൊരു മലയോര പ്രദേശങ്ങളിൽ ഒരു എമർജൻസി ഹൈവേ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നി കേട്ടോ. ഇതൊക്കെ ഇന്ത്യയിലെ വാഹനങ്ങളാണ്, ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. ടാക്സ് ഡബിളാണ്, ഒരു വാഹനത്തിൻ്റെ ഡബിളാണ് ഇവിടെ നേപ്പാളിൽ ടാക്സ് വരുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ഞാൻ നിൽക്കുന്ന റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. തണുപ്പ് എന്ന് പറഞ്ഞാൽ മാരകമായ തണുപ്പാണ്. ഇന്നലെ രാത്രിക്ക് -4ലാണ് ഈ ഒരു ഗ്രാമം വന്നിരിക്കുന്നത്. മുകളിലെ മഞ്ഞുമല നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കാരണം ആ ഒരു ഭാഗത്ത് ബ്രൈറ്റാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ ലക്ഷറി റൂം വേണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ മനസ്സ് പറയുന്ന പോലെയാണ്. ചിലപ്പോൾ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഞാൻ നിന്ന റൂം ഇതാണ്, ചെറിയൊരു റൂം. പക്ഷേ എനിക്ക് സന്തോഷമാണ് ഈ റൂമിൽ നിൽക്കുന്നതിൽ. കാരണം ടെൻ്റ് അടിച്ച് നിൽക്കുന്നതും റോഡ് സൈഡിൽ കിടന്നുറങ്ങി ഒക്കെ പോകുന്നൊരു വ്യക്തിയാണ് യാത്രയിൽ. അപ്പം ഇതേപോലെ റൂമിൽ നിന്നുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവരെ കമ്പിളിയൊക്കെ അഴുക്കായിരിക്കും, കാരണം ധാരാളം ആൾക്കാർ വന്ന് കിടന്നുറങ്ങുന്നതാണ്. ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ട്, ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കയറിയിട്ടാണ് ഈ ഒരു കമ്പിളി യൂസ് ചെയ്യുക. കാരണം കമ്പിളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇവിടെയാണ് ഞാൻ താമസിച്ചിരിക്കുന്നത്. ടോയ്ലറ്റൊക്കെ അവിടെയാണ്.
യാത്ര എന്താണ് പറയണ്ടേ. ഇനി ഇവിടുന്ന് ധാർച്ചുള കയറി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ പോലും എനിക്കറിയില്ല. ധാർച്ചുള പറയുന്നത് ഇനി മുകളിലോട്ട് ഹിമാലയ സൈഡാണ്, നല്ല തണുപ്പാണ്. എൻ്റെ അമ്മോ, തണുപ്പ് നല്ലതുപോലെയാണ്. അതിലുപരി ഒരു അടിപൊളി കാഴ്ച കാണണോ? കണ്ടോളൂ, എന്താണല്ലോ ഇത്. ഹോ ദൈവമേ, ഇത്രയും വലിയ പർവ്വതങ്ങളോ. പർവ്വതങ്ങളെന്ന് പറഞ്ഞാൽ പഹാടി, അതായത് മലകൾക്ക് മുകളിൽ മലകൾ മലകൾ മലകൾ, വേറെ ഒന്നുമില്ല. താഴെ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ സന്തോഷം. എന്താ വിചാരിച്ചാൽ ഇവിടെയും ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ ഭഗവാനെ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ എന്താ പറയുക, നിങ്ങൾ പറയൂ, ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ നിൽക്കുന്നത് എത്ര ഹൈറ്റിലാണെന്നറിയോ? ഈ ഒരു ഭൂമിയിലൂടെ നടന്നു പോകാൻ കിട്ടിയ സന്തോഷം. ഇത് ലോറികൾ പോകുന്നതാണ്. അവർ താച്ച പറയുന്നുണ്ട്. ഹായ് ഭയ്യാ, കിധർ जाने के लिए? ഗോകുലേ. നമുക്ക് ഒരിക്കൽ ലിഫ്റ്റ് തന്ന വണ്ടിക്കാരാണ്. नहीं नहीं पैदल है. कितना किलोमीटर है? बहुत दूर है. ठीक है. ഈ യാത്രയിലെ മറ്റൊരു അത്ഭുതമാണ്, ഒരിക്കൽ ലിഫ്റ്റ് തന്ന വണ്ടിക്കാരനെ വീണ്ടും കണ്ടു. അവരെ വണ്ടിയിൽ കയറ്റി വേറൊരു ലോറിക്കാരനോട് എൻ്റെ വിശേഷങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഒരു നാൾ ഇവനെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിരുന്നു, വീണ്ടും കണ്ടു, വീണ്ടും അവനെ വണ്ടിയിലേക്ക് ആക്കി. 2 പയ്യന്മാരും എത്ര ഹാപ്പിയാണെന്ന് അറിയാം. എന്നെ വീണ്ടും കണ്ടു, ഞാൻ അവരെ കണ്ടു. എന്തായാലും സന്തോഷമാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. സർപ്രൈസ് എന്ന് പറയും ഇതിനൊക്കെ. ഇവിടെ ഒരു കട വന്നിട്ടുണ്ട്. കട എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ലേ, ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് ആരും ഇല്ല നമ്മൾ വിചാരിക്കരുത്, പ്രതീക്ഷിക്കാതെ കാണുന്ന മനുഷ്യരായിരിക്കട്ടെ ഇവരെ പോലത്തെ ആൾക്കാരെന്ന് പറയുന്നത്. ഈ കടയിൽ നിന്ന് എന്തോ സാധനം പറഞ്ഞു, അത് കഴിക്കണം. ഡ്രൈവറുണ്ട്, ഡ്രൈവറെ കൂടെ ഇല്ല, ഹെൽപ്പർ ഉണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇവരെ ജീവിതം. എന്തായാലും ഇത് സർപ്രൈസ് ആണ് കേട്ടോ, പ്രതീക്ഷിക്കാണ്ട് വന്ന ജനങ്ങളാണ്. डाउन में टायर गर्म हो गए. डाउन में टायर गर्म, लेदर गर्म हो गया. लेदर गर्म है. ठीक है. ഓക്കെ, ഇവരെന്താണ് വണ്ടി ഇടക്കിടക്ക് റെസ്റ്റ് എടുക്കും കേട്ടോ. ഈ ടയറിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാവും, കാരണം ഹെവി ലോഡാണ്. ज़्यादा गर्म है ना? ज़्यादा तो नहीं, ठीक है. बहुत है. डाउन में होता है. डाउन में ब्रेक है. ठीक है. डिस्क है, ब्रेक, ABS है, ABS कंट्रोल. ठीक है. എന്തായാലും ഇവരെ ജീവിതം അപകടം, ഡേഞ്ചർ ആണ് കേട്ടോ. ഇതിലൂടെ വണ്ടി ഓടിച്ച് പോകുമെന്ന് പറഞ്ഞ റിസ്കി ഡ്രൈവിംഗ് ആണ്. എന്നാലും ഓക്കെ എന്ന് പറയാം. ലോറി നിർത്തിയ അടുത്തുള്ളൊരു കടയാണ്, കടേൻ്റെ ഉള്ളുഭാഗമാണ്. ഇവിടുത്തെ ഒരു അങ്കിളാണ്. അങ്കിൾ ഹായ് ബോലിയേ. हाय, आपका नाम क्या है? मेरा नाम दिलाराम भट्ट है. दिलाराम भट्ट है. आपका बेटा है? हाँ, एक मेरा भतीजा है. ഇതിന് കുറച്ച് നാണക്കേട് കേട്ടോ, ഭയങ്കര മടി. ഹായ്, ഞാൻ ബോലിയേ. आपका अच्छा स्मार्ट है, गुड. കേട്ടോ ചക്കര കുറച്ച് മടി കേട്ടോ. ഇവർ ചായ ഉണ്ടാക്കുകയാണ്. നമ്മളെ പഹാഡിയിലെ വില്ലേജിലെ ആൾക്കാരെ പറഞ്ഞ അച്ഛയാണ്, അച്ഛ ഹെൽത്തി. നല്ല മനുഷ്യരാട്ടോ ഇവർ ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താണ് ഇവരുടെ കാര്യങ്ങളൊക്കെയാണ്. അടുപ്പിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ വന്ന ലോറിയാണ് ഈ കാണുന്നത്. ഇനി ഇവരോടൊപ്പമുള്ള അടുത്ത യാത്ര വീഡിയോ ഞാൻ വേറൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക, കാരണം ലോറിയിൽ പോകുന്ന മൊത്തം കാണിക്കുവാണെങ്കിൽ വളരെ ലോങ് ആയി പോകും. ഇവിടെ ഒരു കുട്ടി പയ്യനുണ്ട്. ഹായ് ബോലിയേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, അടിപൊളി സപ്പോർട്ടീവാണ്. എന്തായാലും കൂടെ നിൽക്കുക. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവരെ കൂടെ ഭക്ഷണം കഴിച്ച് അടുത്ത വില്ലേജിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളുമായി ഉടനെ വരുന്നതാണ്. ഗുഡ് ബൈ.